തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ചുരം കയറി വയനാട്ടിലേക്കാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട് ദുരന്തത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഘട്ടത്തിലുള്ളത്. അപ്പോൾ ഫൈസൽ നെടുമാലയുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ വോട്ട് ചെയ്തതൊക്കെ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞു. ഫൈസലിന്റെ നാട് കൂടിയാണല്ലോ വയനാട്. അപ്പോൾ വയനാട്ടിലെ പോളിംഗ് ശതമാനം എങ്ങനെയുണ്ട്? എങ്ങനെയാണ് പോളിംഗ് ബൂത്തുകളിൽ തിരക്കുകളൊക്കെ ഉണ്ടോ? വയനാട്ടിൽ ശക്തമായ പോളിംഗ് ആണ് ഉച്ചവരെ രേഖപ്പെടുത്തിയത്. ഇതുവരെ 51% പോളിംഗ് രേഖപ്പെടുത്തി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി 53%, മാനന്തവാടി മുനിസിപ്പാലിറ്റി 52%, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി 48%. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ മാനന്തവാടി ബ്ലോക്ക് 59.44%, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് 53.36%, കൽപ്പറ്റ ബ്ലോക്ക് 54.22%, പനമരം ബ്ലോക്ക് 49.24% എന്നിങ്ങനെയാണ് ബ്ലോക്കിന്റെ മുനിസിപ്പാലിറ്റിയിലെയും കണക്കെടുത്താൽ ഇങ്ങനെയാണ് പോളിംഗ് ശതമാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ എല്ലാം തന്നെയുള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്നും UDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. ഇത്തവണയും അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ തന്നെയുള്ളത്. എന്നാൽ ഈ ഒരു UDF-ന്റെ മുന്നേറ്റത്തെ തടയിട്ടുകൊണ്ട് LDF-ന് പൂർണ്ണമായ ഒരു ആധിപത്യം ഉണ്ടാകുമെന്നുള്ളതാണ് LDF നേതാക്കൾ വിലയിരുത്തുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടത് മുണ്ടക്കൈ ചുരമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തബാധിതരെ എത്രത്തോളം സർക്കാർ ചേർത്ത് നിർത്തി എന്നുള്ളത് മുണ്ടക്കൈക്കാർ അല്ലെങ്കിൽ ചുരമലക്കാർ അവശേഷിക്കുന്ന ആളുകൾ അവിടെയുള്ള ആളുകൾ നടത്തുന്ന ജനവിധിയെ തുടർന്നായിരിക്കും ഉണ്ടാവുക. എത്രത്തോളം സർക്കാർ അവരെ ചേർത്ത് നിർത്തി എന്നുള്ളത് അവരുടെ ജനവിധിയിൽ നിന്ന് കൃത്യമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും ആ ഒരു കാര്യം തന്നെയാണ് ഉറ്റുനോക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറെ വൈകിക്കൊണ്ടാണ് പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയത്. അതുമാത്രമല്ല പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പുനരധിവാസ പദ്ധതിയുമായി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ LDF പറയുന്നത് കൃത്യമായിക്കൊണ്ട് ദുരന്തബാധിതരെ പരിഗണിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാർ കൂടെയുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ വോട്ട് ചോദിക്കുന്നത്. അതുമാത്രമല്ല സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ ചുരം ബദൽ മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. അതുപോലെ ചുരം ബദൽ മാർഗമായിട്ടുള്ള പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ DPR പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. നേരെ മറിച്ച് UDF-ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. വയനാട് ജില്ലയിലെ 23 പഞ്ചായത്തുകളിൽ നിലവിൽ 16 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDF ആണ്. ആ 7 പഞ്ചായത്തുകൾ മാത്രമാണ് നിലവിൽ LDF-നുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 ബ്ലോക്ക് പഞ്ചായത്ത് UDF-നൊപ്പവും 2 ബ്ലോക്ക് പഞ്ചായത്ത് LDF-ന് ഒപ്പവും നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കണക്കെടുത്താൽ കഴിഞ്ഞ തവണ 16 ഡിവിഷനുകളായിരുന്നു. ഈ 16 ഡിവിഷനുകളിൽ 8 എന്നുള്ള നിരക്കിൽ തുല്യമായി കൊണ്ടുവന്നു. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കൃത്യമായ ഒരു ആധിപത്യം UDF-ന് ഉണ്ടാകുമെന്ന് UDF അവകാശപ്പെടുമ്പോൾ UDF ഭരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി UDF അടക്കി ഭരിക്കുന്ന ഈ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് UDF-ന്റെ കോട്ട പൊളിച്ചുകൊണ്ട് പൂർണ്ണ ആധിപത്യത്തിൽ LDF ഇത്തവണ ജില്ലയിൽ അധികാരത്തിൽ വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് LDF നേതാക്കൾ ഒക്കെ തന്നെ ഉള്ളത്. ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. മന്ത്രി OR കേളു മാനന്തവാടിയിൽ വോട്ട് രേഖപ്പെടുത്തി. T. സിദ്ദിഖ് MLA കൽപ്പറ്റയിൽ വോട്ട് രേഖപ്പെടുത്തി. IC ബാലകൃഷ്ണൻ MLA കേണിച്ചിറയിൽ വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ പ്രമുഖരെല്ലാം തന്നെ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിന്റെ ആത്മവിശ്വാസത്തിലാണ്. പോളിംഗ് വർദ്ധിക്കുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് അത് തങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വിലയിരുത്തുന്നത്.